CPM പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ നയരേഖയിൽ 3800 ഭേദഗതികളും 820 നിർദ്ദേശങ്ങളും. ആശമാരുടെ കാര്യത്തിൽ കേന്ദ്ര ഗൈഡ് ലൈൻ മാറ്റണമെന്ന് CPM. കണ്ണനായർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. കണ്ണനായർ, ഈ CPM പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ നയരേഖയിൽ 3800 ഭേദഗതികളും ഈ 820 നിർദ്ദേശങ്ങളുമാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണ്? ഇപ്പോൾ ആശാസമരം നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരള സംസ്ഥാന ഘടകമാണ് ഇത്തരത്തിലുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആശമാരെക്കുറിച്ചുള്ള ഒരു നിയമത്തിൽ മാറ്റമുണ്ടാകണം. ആശമാരെ ഇപ്പോഴും ജീവനക്കാരായി പരിഗണിക്കുന്നില്ല. അവരെ ജീവനക്കാരായി പരിഗണിക്കാൻ തയ്യാറാകണം. ആശമാരെ ഇപ്പോൾ വോളണ്ടിയർമാരായിട്ടാണ് കേന്ദ്രം പരിഗണിക്കുന്നത്. അത് മാറണം. അവരൊരു ജീവനക്കാർ എന്നുള്ള പരിധിയിലേക്ക് വരണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ കേരള സംസ്ഥാന ഘടകം CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ ഇപ്പോൾ ഒരു സമരം നടക്കുന്ന സാഹചര്യം, ഇടതു സർക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് ഒരു സമരം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായ ആവശ്യം 2013 മുതൽ CPM ഉന്നയിക്കുന്നതാണെങ്കിൽ തന്നെ ഇപ്പോൾ സമരം നടക്കുന്ന സാഹചര്യത്തിൽ അതിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് പ്രധാനമായും അവിടെ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് നടക്കുക. ഇന്നലെ 3 മണിക്കൂർ സംസാരിച്ചുകൊണ്ടാണ് പ്രകാശ് കാരാട്ട് ആ റിപ്പോർട്ട് അവതരണം നടത്തിയത്. അതിന്മേലുള്ള ചർച്ചകളാണ് ഇന്ന് കൂടുതലായി നടക്കുക. അതിൽ BJPയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്, കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന പരാമർശങ്ങളുണ്ട്. കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യത്തെ തകർക്കുന്ന നിലപാടിലേക്ക് പോയതെന്നുള്ള ഒരു വിമർശനം ആ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിന്മേലുള്ള ചർച്ചകൾ ഇന്നുണ്ടാകും. ഇന്ന് 46 മിനിറ്റാണ് കേരള പ്രതിനിധികൾക്ക് സംസാരിക്കാനുള്ള അവസരം. 6 പേർ ഇന്ന് ആ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കും. അതിനുശേഷം 26 മിനിറ്റ് കൂടി പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ട്. അതിൽ 2 പേർ കൂടി, അങ്ങനെ 8 പേർക്കാണ് കേരളത്തിൽ നിന്ന് പൂർണ്ണമായും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം. പ്രധാനമായും കേരള ഘടകം BJPയെ എതിർക്കുകയും കോൺഗ്രസിനെ എതിർക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനവും അല്ലെങ്കിൽ അകത്തത്തിലുള്ള ഒരു ചർച്ചയും ഈ പ്രതിനിധി ചർച്ചയിൽ ഉണ്ടാകും. മലയാളികളുടെ പ്രാതിനിധ്യം ഇത്തവണ PBയിലേക്ക് കൂടുതൽ ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലേ? PBയിൽ ഇപ്പോൾ 5 മലയാളികളുണ്ട്. ഇപ്പോൾ ഒഴിവുകൾ വരുന്നത് 7 പേരുടേതാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് PBയിൽ ഇളവ് ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിക്ക് ഇളവ് ലഭിച്ചിരുന്നു. ഇത്തവണയും ആ ഇളവ് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ തന്നെ 5 പോൾ ബ്യൂറോ മെമ്പർമാരുണ്ട്. അതിൽ കൂടുതലായി ആരെങ്കിലും വനിതാ പ്രാതിനിധ്യമൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് KK ശൈലജയെ പരിഗണിക്കാനുള്ള സാധ്യതയാണുള്ളത്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രവർത്തനം പാർട്ടിക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ശക്തമാക്കിയത്. ഇത്തവണയും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകും.